ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ക്യാരറ്റ് പുട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ക്യാരറ്റ് പുട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേറ്ററിലുള്ള ഏറ്റവും ചെറിയ ഹോളുള്ള ആ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഒന്നുകിൽ നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസ് മോഡിൽ വെച്ചിട്ട് 5-6 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് എടുത്താലും മതിയാവും. ഇപ്പം ഞാൻ 3 ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റ് കപ്പ് അളവിൽ 1 കപ്പ് അളവ് ക്യാരറ്റാണ് ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പാക്കറ്റിലുള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 രീതിയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ കറികളൊക്കെ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. അതല്ല കറികളൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീറ്റായിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊരു 2-3 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യമേ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്യാരറ്റിൻ്റെ നനവിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ക്യാരറ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തിരുമ്മി വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ വന്നിട്ട് ഈ ഒരു പുട്ടുപൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ നന്നായിട്ട് തിരുമ്മി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ പുട്ടുപൊടി നനഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഇതുപോലെ ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് നനച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുട്ടുപൊടിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും, വെള്ളം കൂടിപ്പോവും. പിന്നെ അത് കട്ടകളായിട്ട് നമ്മൾ പുട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് കട്ടകളായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ വെള്ളം ചേർത്ത് കൊടുക്കാതെ ക്യാരറ്റിൻ്റെ നനവിലൊന്ന് നനച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു നനവിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുട്ടുപൊടിയുടെ കറക്റ്റായിട്ടുള്ളൊരു പരുവം എന്ന് പറയുന്നത് നമ്മൾ നനച്ചെടുത്തതിന് ശേഷം കുറച്ച് മാവ് കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി കഴിഞ്ഞാൽ ഉരുളയാക്കാനും പറ്റണം. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ മാവ് രൂപത്തിലൊന്ന് ആവുകയും വേണം. ഇതാണ് കറക്റ്റായിട്ടുള്ള പുട്ടുപൊടിയുടെ പരുവം. ഇനി നമുക്ക് സാധാരണ പുട്ട് തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ ഒന്ന് പുട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് പുട്ടുകുഴലിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പകുതിയോളം നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. വീണ്ടും ബാക്കി പകുതി നമുക്ക് പുട്ടുപൊടി വെച്ചിട്ടൊന്ന് നിറച്ച് കൊടുക്കാം. നമുക്കിതുപോലെ എത്ര ലെയറായിട്ട് തയ്യാറാക്കണോ അതിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ടൊന്ന് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ വേവിക്കാനായിട്ട് കുക്കറിലാണ് വയ്ക്കുന്നത്. കുക്കറിൽ വെച്ചതിന് ശേഷം നമുക്ക് ആവി വന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം നമ്മുടെ പുട്ടിന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഒരു 3 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചതിന് ശേഷം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് പുട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറികളുടെ കൂടെയോ അല്ലെങ്കിൽ അതല്ലാതെ വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.